ഓ ശ്രീ മഹാദേവ്യൈ നമഃ. എല്ലാവർക്കും എൻ്റെ വിനീതമായ നമസ്കാരം. ഇന്ന് 53-ാമത്തെ പാഠഭാഗമാണ് പറയുന്നത്. 621-ാമത്തെ നാമം വരെ നമ്മൾ മനസ്സിലാക്കി. ഇനി 622 മുതൽ 632 വരെയുള്ള നാമങ്ങളുടെ അർത്ഥവും വ്യാഖ്യാനവും മനസ്സിലാക്കാം. നാമം 622 ക്ലീംകാരി. ഓം ക്ലീംകാരിയൈ നമഃ. ക്ലീം അധികം കാരി എന്ന പദം പിരിക്കാം. ക്ലീം എന്ന ബീജാക്ഷരത്തിൻ്റെ കർത്തൃ ആയവൾ എന്നാണ് നാമത്തിൻ്റെ അർത്ഥം. അതായത് ക്ലീം എന്ന മന്ത്രത്തെ സൃഷ്ടിച്ചവൾ. കാമരാജ ബീജം എന്നറിയപ്പെടുന്ന ബീജാക്ഷരമാണ് അഥവാ മന്ത്രാക്ഷരമാണ് ക്ലീം. ക്ലീം എന്ന മന്ത്രത്തിൻ്റെ രൂപത്തിലുള്ളവളെന്നും നാമത്തിന് അർത്ഥമുണ്ട്. ക്ലീംകാര സ്വരൂപനായ കാമേശ്വരൻ്റെ പത്നി എന്നും അർത്ഥമുണ്ട്. ഇച്ഛാശക്തിയും വശ്യശക്തിയും ചേർന്ന രൂപം ആണ് കാമരാജബീജത്തിൻ്റെത് എന്ന് വ്യാഖ്യാനം. ക എന്നാൽ ശിവൻ എന്നും ല എന്നാൽ ശക്തി എന്നും ഈം കാമകല എന്നും സൂചിപ്പിക്കുന്നു. കകാരവും ലകാരവും ഈംകാരവും ചേർന്നതാണ് ക്ലീം എന്ന കാമകലാബീജം. അപ്പോൾ ഈ മന്ത്രം ശിവശക്തി ഐക്യരൂപത്തെ സൂചിപ്പിക്കുന്നു എന്നും മന്ത്രം മോക്ഷദായകമാണെന്നും വ്യാഖ്യാനം കാണുന്നു. നാമം 623 കേവല. ഓം കേവലായൈ നമഃ. കേവല എന്നാൽ ഒറ്റയായവൾ, പരിപൂർണയായവൾ, ഏകയായവൾ, യാതൊരു വിശേഷണങ്ങളുമില്ലാതെ നിലകൊള്ളുന്നവൾ എന്നെല്ലാമാണ് അർത്ഥം. അദ്വൈത സിദ്ധാന്തം കേവലമെന്ന നാമത്തെ സൂചിപ്പിക്കുന്നു. ആത്മാവും പ്രകൃതിയും തമ്മിൽ അഭേദത്വം കൽപ്പിക്കുന്ന സിദ്ധാന്തമാണത്. ആ സിദ്ധാന്തം രൂപമായവൾ, ശുദ്ധ ജ്ഞാനസ്വരൂപിണി. ഇതിൻ്റെ മന്ത്രപരമായ വ്യാഖ്യാനം പറഞ്ഞാൽ ഈം രൂപമായവൾ എന്നാണ്. ക്ലീംകാരി എന്ന നാമത്തിലെ കാമരാജബീജമായ ക്ലീം എന്നതിലെ വ്യഞ്ജനാംശമായ ക, ല എന്നിവയെ കൂടാത്ത അവസ്ഥ സ്വരൂപമായ അവൾ എന്നാണ് മന്ത്രപരമായ വ്യാഖ്യാനം. ക്ലീം എന്നത് വ്യഞ്ജനാംശങ്ങളായ ക, ല എന്നിവയും സ്വരാംശമായ ഈം എന്ന കാമകലാരൂപവും ചേർന്നതാണ്. അപ്പോൾ കേവല കാമകലാരൂപമായ ഈം രൂപമായവൾ എന്നാണ് നാമത്തിൻ്റെ അർത്ഥം. കേവല തുരീയ സ്വരൂപ കാമകല എന്നും വ്യാഖ്യാനം കാണുന്നു. ക്ലീം എന്ന കാമരാജ ബീജരൂപമായ മന്ത്രാക്ഷരം ഉച്ചരിച്ച് ദേവിയെ പ്രാർത്ഥിക്കുന്നവർക്ക് ജ്ഞാനികൾക്ക് മാത്രം ലഭ്യമാകുന്ന ധർമാർത്ഥ മോക്ഷങ്ങൾ ലഭ്യമാകുന്നു എന്നും വ്യാഖ്യാനം. ഈം എന്ന മന്ത്രാക്ഷരത്തെ ആരാധിക്കുന്നവർക്ക് തുരീയ സ്ഥിതി പ്രാപിക്കുമെന്നും അതായത് കേവല അഥവാ കൈവല്യം സിദ്ധിക്കുമെന്നും വ്യാഖ്യാനമുണ്ട്. കേവലം എന്ന പദത്തിന് മോക്ഷം എന്നും അർത്ഥമുണ്ട്. മോക്ഷദായിനി എന്ന് കേവല എന്ന നാമത്തിന് അർത്ഥം കൽപ്പിച്ചു കാണുന്നു. യദീം ശൃണോതി അലകം ശൃണോതി നഹി പ്രവേദ സുഹൃതസ്യ പന്ഥാം എന്ന് വേദങ്ങൾ പറയുന്നു. കാമബീജോച്ചാരണം കൊണ്ട് ത്രിവർഗങ്ങളും കാമകലാരൂപമായ ഈം മാത്രം ഉച്ചരിക്കുന്നത് കൊണ്ട് മോക്ഷവും ലഭിക്കുമെന്ന് ശാസ്ത്രങ്ങൾ പറയുന്നു. അപ്രകാരമുള്ള
ഈ കാരം നിർഗുണ ബ്രഹ്മമാകയാൽ നിർഗുണ ബ്രഹ്മരൂപിണി എന്നും തുരീയ സ്വരൂപിണിയായ കാമകല എന്നും നാമത്തിന് അർത്ഥമുണ്ട്. ഇനി നാമം 624 ഗുഹ്യ. ഓം ഗുഹ്യായൈ നമഃ. ഗുഹ്യ എന്നാൽ ഒളിഞ്ഞിരിക്കുന്നവൾ, രഹസ്യമായി അറിയപ്പെടേണ്ടവൾ എന്നെല്ലാമാണ് അർത്ഥം. ഗുഹാം പ്രവിഷ്ട ഗുഹ്യ എന്ന് സൗഭാഗ്യഭാസ്കരത്തിൽ പറയുന്നു. ഒളിച്ചു വയ്ക്കപ്പെടേണ്ടവൾ എന്നാണ് വ്യാഖ്യാനം. ദേവിയുടെ ഉപാസനാപരമായ പല കർമ്മങ്ങളും രഹസ്യമായിട്ട് വേണം നടത്താൻ എന്ന് വിശ്വാസം. ലളിതാ സഹസ്രനാമത്തിലെ തന്നെ രഹോയാഗ ക്രമാരാധ്യ, രഹസ്തർപ്പണ തർപ്പിത എന്നീ നാമങ്ങൾ ശ്രീവിദ്യയെ ഉപാസിക്കുന്നത് രഹസ്യമായി വേണ്ടതാണെന്ന് സൂചിപ്പിക്കുന്നു. രഹസ്യമായി നടത്തപ്പെടുന്ന തർപ്പണാദി ക്രിയകൾ കൊണ്ട് തൃപ്തി അടയുന്നവളാണ് ദേവി. പ്രത്യക്ഷമായി കാണപ്പെടാത്തവൾ, അത്യന്ത രഹസ്യസ്വരൂപിണി, ഹൃദയഗുഹയിൽ സ്ഥിതി ചെയ്യുന്നവൾ, ഗുഹയെ പ്രവേശിച്ചവൾ എന്നെല്ലാം നാമത്തിനർത്ഥമുണ്ട്. ദേവീ തത്വം രഹസ്യമായാണ് ഇരിക്കുന്നത്. ഈ പ്രപഞ്ചത്തിലെ സർവ്വതും ദേവിയായി, അതായത് പ്രത്യക്ഷമായ പ്രകൃതിയായി കാണപ്പെടുന്നു. എങ്കിലും തൻ്റെ മായ വൈഭവത്താൽ യഥാർത്ഥ തത്വം രഹസ്യമാക്കി വച്ചിരിക്കുന്നു. നാമം 625 കൈവല്യപദദായിനി. ഓം കൈവല്യപദദായിന്യൈ നമഃ. കൈവല്യ പദ അധികം ദായിനി എന്നും കൈവല്യ അധികം പദ അധികം ദായിനി എന്നും പദം പിരിച്ചു കാണുന്നു. കൈവല്യപദത്തെ ദാനം ചെയ്യുന്നവൾ എന്നും കൈവല്യത്തെയും പദത്തെയും ദാനം ചെയ്യുന്നവളെന്നും നാമത്തിൻ്റെ അർത്ഥം വ്യാഖ്യാനിച്ചു കാണുന്നു. പദം എന്ന ശബ്ദം മോക്ഷമാകുന്ന പരമപദത്തെ കുറിക്കുന്നു. മോക്ഷത്തിന് സാലോക്യം, സാരൂപ്യം, സാമീപ്യം, സായുജ്യം, കൈവല്യം എന്നീ 5 പ്രകാരഭേദങ്ങളുണ്ടെന്ന് ഉപനിഷത്തുകൾ പറയുന്നു. കൈവല്യപദം എന്നാൽ കേവല ബ്രഹ്മഭാവം എന്നും വ്യാഖ്യാനമുണ്ട്. നിരുപാധിക ബ്രഹ്മരൂപമായ പരമുക്തിയാകുന്നു. അതിനെ ദാനം ചെയ്യുന്നവളാണ് ദേവി. കൈവല്യപദത്തെ, അതായത് കേവല ബ്രഹ്മഭാവത്തെ ദാനം ചെയ്യുന്നവൾ എന്നാണ് നാമത്തിൻ്റെ അർത്ഥം. നാമം 626 ത്രിപുര. ഓം ത്രിപുരായൈ നമഃ. ത്രിപുര എന്നാൽ ത്രിമൂർത്തികൾക്കും പുരാതനിയായവൾ, അഥവാ ത്രിമൂർത്തികൾക്കും ത്രിഗുണങ്ങൾക്കും വളരെ മുമ്പേയുള്ള ദേവി എന്നാണ് അർത്ഥം. അങ്ങനെയാകുമ്പോൾ നിർഗുണ പരബ്രഹ്മമാണ് ദേവി. മൂർത്തിത്രയസ്യാപി പുരാതനത്വാത് തദംബികായ ത്രിപുരേതി നാമ. ത്രിപുരാർണവത്തിൽ പറയുന്നു. ത്രിപുരാർണവത്തിൽ തന്നെ നാഡീത്രയം തു ത്രിപുര സുഷുപ്ന പിംഗള ഇട മനോബുദ്ധിസ്തഥാ ചിത്തം പുരത്രയമുദാഹൃതം തത്ര തത്ര വസത്യേഷ തസ്മാത്തു ത്രിപുരാമത എന്നും പറയുന്നു. ഇട, പിംഗള, സുഷുപ്ന എന്നീ നാഡികളിൽ വസിക്കുന്നവൾ, മനസ്സ്, ചിത്തം, ബുദ്ധി എന്നീ 3 പുരങ്ങളിൽ, അതായത് സൂക്ഷ്മ ശരീരങ്ങളിൽ വസിക്കുന്നവൾ എന്നെല്ലാം അർത്ഥമുണ്ട്. സ്ഥൂല സൂക്ഷ്മ കാരണ ദേഹങ്ങളെയും ത്രിപുരം എന്നു പറയുന്നു. ഇവയും ഇവയോട് ബന്ധപ്പെട്ട ജാഗ്രത്, സ്വപ്ന, സുഷുപ്തി അവസ്ഥകളും ദേവിയുടെ വിഹാരരംഗങ്ങളാണ്. ദേവാനാം ത്രിതയം ത്രയീ ഉദഭുജാം ശക്തിത്രയം ത്രൈലോക്യം ത്രിപുരീ
ത്രിപുഷ്കരം അധ ത്രിബ്രഹ്മവർണ്ണാസ്ത്രയ യത്കിഞ്ചിത് ജഗതി ത്രിധാ നിയമിതം വസ്തു ത്രിവർണാത്മകം തത്സർവം ത്രിപുരേതി നാമ ഭഗവത്യന്വേതി തേ തത്വതഃ എന്ന് ലഘുസ്തവം. ഇതിൻ്റെ അർത്ഥം ഇതാണ്: ത്രിമൂർത്തികളായ ബ്രഹ്മ വിഷ്ണു മഹേശ്വരന്മാർ, ത്രേതാഗ്നികൾ, ത്രിശക്തികൾ, ത്രിസ്വരങ്ങൾ, ത്രിലോകങ്ങൾ, ത്രിപുരങ്ങൾ, ത്രിപുഷ്കരങ്ങൾ, ത്രിബ്രഹ്മങ്ങൾ, ത്രിവർണ്ണങ്ങൾ എന്നിങ്ങനെ ത്രിവർഗാത്മകമായ സർവവും ത്രിപുരാദേവിയുടെ രൂപങ്ങളാണെന്നാണ് ഇതിൻ്റെ അർത്ഥം. ലളിതാ സഹസ്രനാമത്തിലെ തന്നെ ത്രികൂട എന്ന 588 നാമം നാം പഠിച്ചു കഴിഞ്ഞു. ത്രയങ്ങൾ രൂപമായവൾ എന്നാണ് വ്യാഖ്യാനം. ത്രിമൂർത്തികൾ, സത്വം രജസ് തമസ് എന്നീ 3 ഗുണങ്ങൾ, ഭൂമി സ്വർഗം പാതാളം എന്നീ ത്രിലോകങ്ങൾ, ജാഗ്രത് സ്വപ്നം സുഷുപ്തി എന്നീ അവസ്ഥാത്രയങ്ങൾ, ഭൂതം ഭാവി വർത്തമാനം എന്നീ ത്രികാലങ്ങൾ, ത്രിവർണാത്മകമായ ഓങ്കാരം, ഋക്ക് യജുർ സാമം എന്നീ ത്രിവേദങ്ങൾ തുടങ്ങി 3 സ്വരൂപമായവളും, വാഗ്ഭവകൂടം, മധ്യകൂടം, ശക്തികൂടം എന്നീ ത്രികൂടങ്ങൾ വാസസ്ഥലമാക്കിയവളും ദേവിയാണ്. 3 വരുന്ന സമൂഹങ്ങളായതെല്ലാം ദേവിയുടെ പുരങ്ങളാണ് എന്നും അവയെല്ലാം ത്രിപുരാ തത്വങ്ങളായി കണക്കാക്കാമെന്നും കാളികാ പുരാണത്തിൽ പറയുന്നു. ത്രികോണം മണ്ഡലം ചാസ്യ ഭൂപുരം ച ത്രിരേഖാം മന്ത്രോപിദ്യാക്ഷരേ പ്രോക്ത തഥാ രൂപത്രയം പുനഃ ത്രിവിധ കുണ്ഡലീശക്തി ത്രിവദേവാനാം ച സൃഷ്ടയേ സർവം ത്രായം ത്രായം യസ്മാ തസ്മാതു ത്രിപുരാമത. ഇനി നാമം 627 ത്രിജഗത് വന്ദ്യ. ഓം ത്രിജഗത് വന്ദ്യായൈ നമഃ. ത്രിജഗത്ത് അധികം വന്ദ്യ എന്ന് പദം പിരിക്കാം. ത്രിജഗത്ത് എന്നാൽ ഭൂമി, സ്വർഗം, പാതാളം എന്നിവയാണ്. അപ്പോൾ 3 ഭുവനങ്ങളിലെ എല്ലാവരാലും വന്ദിക്കപ്പെടുന്നവളെന്നും വന്ദിക്കപ്പെടേണ്ടവൾ എന്നും അർത്ഥം വ്യാഖ്യാനിച്ചു കാണുന്നു. മനുഷ്യരാലും ദേവന്മാരാലും അസുരന്മാരാലും ദേവി വന്ദിക്കപ്പെടുന്നു. നാമം 628 ത്രിമൂർത്തി. ഓം ത്രിമൂർത്തിയൈ നമഃ. ബ്രഹ്മ വിഷ്ണു മഹേശ്വരന്മാരുടെ ശക്തി സ്വരൂപിണിയായി ഭവിച്ച് സത്വരജ തമോ ഗുണങ്ങളെ അവലംബിച്ച് സൃഷ്ടിസ്ഥിതി സംഹാരങ്ങൾ നടത്തുന്നവളെന്ന് നാമത്തിൻ്റെ അർത്ഥം വ്യാഖ്യാനിച്ചിരിക്കുന്നു. വാമ, ജ്യേഷ്ഠ, രൗദ്രി എന്നീ 3 രൂപങ്ങൾ ധരിച്ചവൾ എന്നും, ഇച്ഛാശക്തി, ക്രിയാശക്തി, ജ്ഞാനശക്തി എന്നീ 3 രൂപങ്ങൾ ധരിച്ചവൾ എന്നും, ബ്രഹ്മാണി, വൈഷ്ണവി, രുദ്രാണി എന്നീ 3 മൂർത്തികൾ ആയവൾ എന്നും, ശ്വേതം, രക്തം, ശ്യാമളം എന്നീ 3 നിറങ്ങളുള്ള ശരീരം സ്വീകരിച്ചവൾ എന്നും വ്യാഖ്യാനം. 3 വയസ്സായ കന്യകയുടെ രൂപം ധരിച്ചവളെന്നും വ്യാഖ്യാനമുണ്ട്. ത്രിമൂർത്തിസ്തു ത്രിവർഷാസ്യാത് എന്ന് പ്രമാണം. നാമം 629 ത്രിദശേശ്വരി. ഓം ത്രിദശേശ്വര്യൈ നമഃ. ത്രിദശന്മാർക്ക് ഈശ്വരിയായവൾ എന്നാണ് നാമത്തിൻ്റെ അർത്ഥം. ത്രിദശന്മാർ എന്നാൽ ദേവന്മാർ. അവർക്ക് 3 ദശകളേ ഉള്ളൂ: ബാല്യം, കൗമാരം, യൗവനം. അതിനാൽ ദേവന്മാരെ ത്രിദശന്മാർ എന്ന് പറയുന്നു. 4ാമത്തെ ദശയായ വാർദ്ധക്യം ദേവന്മാർക്കില്ല. ജാഗ്രത്, സ്വപ്നം, സുഷുപ്തി എന്നീ 3 ദശകൾക്കും ഈശ്വരിയായവളെന്നും ത്രിയുക്ത ദശാനാം എന്ന് പിരിച്ച് 13 വിശ്വദേവകൾക്ക് ഈശ്വരിയായവളെന്നും വ്യാഖ്യാനിച്ച് കാണുന്നു.
ഇനി നാമം 630 ത്രക്ഷരി. ഓം ത്രക്ഷര്यै നമഃ. ത്രി അധികം അക്ഷരി എന്ന പദത്തെ പിരിക്കാം. ത്രക്ഷരി എന്നാൽ 3 അക്ഷരങ്ങൾ ചേർന്ന മന്ത്രരൂപം സ്വരൂപമായവൾ. ആ, ഉ, മ എന്ന 3 അക്ഷരങ്ങൾ ചേർന്നുണ്ടായ ഓങ്കാരം സ്വരൂപമാകയാൽ ത്യക്ഷരി എന്ന് നാമം. ഐം വാഗ്ഭവകൂടം, ക്ലീം മധ്യകൂടം, സൗ ശക്തികൂടം ഇപ്രകാരവും ത്യക്ഷരി എന്ന നാമമുണ്ടായി എന്നും വ്യാഖ്യാനം. പഞ്ചദശാക്ഷരി മന്ത്രത്തിലെ വാക്ക്, കാമം, ശക്തി എന്നിവയുടെ ബീജങ്ങളായ 3 അക്ഷരങ്ങളുടെ സമാഹാരമായവൾ. വാഗ്ഭവകൂടത്തിൽ വാഗീശ്വരിയും മോക്ഷദായിനിയുമായ ജ്ഞാനശക്തിയായും, കാമരാജകൂടത്തിൽ കാമരൂപിണിയായ ക്രിയാശക്തിയായും, ശക്തികൂടത്തിൽ ഇച്ഛാശക്തി രൂപിണിയായ പരാശക്തിയായും വർത്തിക്കുന്നതിനാൽ മഹാത്രിപുരസുന്ദരിയായ ദേവി ത്രയക്ഷരിയാകുന്നുവെന്ന് വാമകേശ്വര തന്ത്രത്തിൽ പറയുന്നു. വാഗീശ്വരി ജ്ഞാനശക്തിർ വാഗ്ഭവേ മോക്ഷരൂപിണി, കാമരാജേ ക്രിയാശക്തി കാമേശി കാമരൂപിണി, ശക്തിബീജേ പുരാശക്തിരിച്ഛൈവ ശിവരൂപിണി, ഏവം ദേവി ത്രക്ഷരീതു മഹാത്രിപുരസുന്ദരി, ശക്തിബീജേ പരാശക്തിരിച്ഛൈവ ശിവരൂപിണി, ഏവം ദേവി ത്രക്ഷരീതു മഹാത്രിപുരസുന്ദരി. ഗൗഡപാദസൂത്രമനുസരിച്ച് പഞ്ചദശാക്ഷരി മന്ത്രത്തെ ത്രിയാക്ഷരി, ശുദ്ധവിദ്യ, കുമാരി എന്ന് പറയുന്നു. വേദവാക്യങ്ങൾ അനുസരിച്ച് ത്രക്ഷരിക്ക് ഹൃദയമെന്നോ സത്യമെന്നോ അർത്ഥം കൊടുക്കാം. തത്തേതത്രക്ഷരം ഹൃദയം എന്നും തത് ഏതത്രക്ഷരം സത്യം എന്നും. ശ്രീദേവിയുടെ 6 തരം മന്ത്രങ്ങളുണ്ട്. ഷഡ്പാരായണത്തിലുള്ള ഇവ ആ, ഈ എന്നീ അക്ഷരങ്ങളിൽ അവസാനിക്കുന്നു. നാദപാരായണം, കടികാപാരായണം, തത്വപാരായണം, നാമപാരായണം, നിത്യാപാരായണം, മന്ത്രപാരായണം എന്നിവയാണ് ഷഡ്പാരായണങ്ങൾ. ഈ മന്ത്രങ്ങളെ യുഗാക്ഷര, മാസാക്ഷര, നിത്യാക്ഷരങ്ങളുടെ സമാഹാരമായും ദേവിയെ ഇതിൻ്റെ സ്വരൂപിണിയായും കരുതുന്നു. ഈ 3 അക്ഷരങ്ങളെയും ത്രക്ഷരി എന്ന് പറയുന്നു എന്ന് ലഘുസ്തുതിയിൽ പറയുന്നു. 3 അക്ഷരമുള്ള എല്ലാ മന്ത്രങ്ങളും ദേവീ സ്വരൂപമാകയാൽ ആ മന്ത്രങ്ങളെയെല്ലാം ത്രക്ഷരി എന്ന നാമം അർത്ഥമാകുന്നു. ഇനി നാമം 631 ദിവ്യഗന്ധാഢ്യ. ഓം ദിവ്യഗന്ധാഢ്യായൈ നമഃ. ദിവ്യ അധികം ഗന്ധ അധികം ആഢ്യ എന്ന് പദം പിരിക്കാം. ദിവ്യ എന്നാൽ ദിവ്യഭവങ്ങളായ, അതായത് സ്വർഗത്തിലുണ്ടാകുന്ന അഥവാ ദേവന്മാരുമായി ബന്ധപ്പെട്ടത്. ഗന്ധം എന്നാൽ വാസന, ആഢ്യ എന്നാൽ ശ്രേഷ്ഠമായത്. അപ്പോൾ ഹരിചന്ദനാദികളായ ദിവ്യഗന്ധങ്ങളുടെ പരിമളം കൊണ്ട് ആഢ്യയായവൾ എന്നാണ് നാമത്തിൻ്റെ അർത്ഥം. ചന്ദനം, കുങ്കുമം, കസ്തൂരി തുടങ്ങി പ്രപഞ്ചത്തിലുള്ള പരിമളവാഹികളായ എല്ലാ സുഗന്ധദ്രവ്യങ്ങളുടെയും സുഗന്ധം സ്വാഭാവികമായും ദേവിയുടെ ശരീരത്തിനുണ്ടെന്നും ഹരിചന്ദനാദി സുഗന്ധദ്രവ്യങ്ങൾ ദേവി അത് അർപ്പിക്കുന്ന ഭക്തജനങ്ങൾക്ക് വേണ്ടി അണിയുന്നതാണെന്നും വ്യാഖ്യാനം. ദിവിഭവാ ദിവ്യ ദേവാദേശ്ചേതന ചേതനാത്മക പദാർത്ഥ സമൂഹാഃ തേഷാം ഗന്ധൈ സംബന്ധൈരാഠ്യ പരിപൂർണ.
എന്ന് സൗഭാഗ്യഭാസ്കരത്തിൽ വ്യാഖ്യാനിച്ചിരിക്കുന്നു. ഒന്നുകൂടെ പറയാം. ദിവിഭവ ദിവ്യ ദേവാദയശ്ചേതന ചേതനാത്മക പദാർത്ഥ സമൂഹാഹ തേഷാം ഗന്ധൈ സംബന്ധൈരാഠ്യ പരിപൂർണ. ഇതിൻ്റെ അർത്ഥം ദിവിഭവങ്ങളായ, അതായത് സ്വർഗത്തിലുണ്ടാകുന്ന ചേതനാത്മകമായ പദാർത്ഥ സമൂഹങ്ങളുടെ സംബന്ധം കൊണ്ട് പരിപൂർണയായവളെന്നാണ്. ഈ നാമത്തിൻ്റെ അർത്ഥം വേദങ്ങളിൽ ഗന്ധദ്വാരാം ദുരാധർഷാം എന്നാണ്. ദേവി ഹരിചന്ദനാദി പരിമളങ്ങൾ പൂശിയതിനാലും സദ്വാസനയുള്ള ദേവന്മാർ ചുറ്റും നിന്ന് സേവിക്കുന്നതിനാലും ദിവ്യ സുഗന്ധത്താൽ അലങ്കൃതയാണ്. അതിനാൽ ഈ നാമമുണ്ടായി. ദേവകുസുമങ്ങളാലും പരിമള കുറിക്കൂട്ടുകളാലും പൂജിക്കപ്പെടുന്നവളും ഉപാസകരാൽ ദിവ്യഗന്ധമുള്ള കളഭം കൊണ്ട് അഭിഷേകം ചെയ്യപ്പെടുന്നവളും ആണ് ദേവി. കുമാരസംഭവത്തിൽ കാളിദാസൻ പാർവതീദേവിയെ മുഖേന സ പത്മസുഗന്ധിന എന്ന് വിശേഷിപ്പിച്ചിട്ടുണ്ട്. യോഗശാസ്ത്രപ്രകാരം അഗാധമായ യോഗ പരിശീലനത്താൽ ഉപാസകന് ദിവ്യമായ കേൾവിശക്തി ലഭിക്കുന്നതുപോലെ ദേവി ദിവ്യമായ ഘ്രാണശക്തിയും തൻ്റെ ഉപാസകന് നൽകുന്നതായി വ്യാഖ്യാനം കാണുന്നു. ദേവി സുഗന്ധികളായ ദിവ്യഗന്ധങ്ങൾ കൊണ്ട് നിർമ്മിച്ച കുറിക്കൂട്ടണിഞ്ഞവൾ എന്നും ദിവ്യമായ ഗന്ധത്തോടു കൂടിയവളെന്നും വ്യാഖ്യാനം കാണുന്നു. നാമം 632 സിന്ദൂര തിലകാഞ്ചിത. ഓം സിന്ദൂര തിലകാഞ്ചിതായൈ നമഃ. സിന്ദൂര അധികം തിലക അധികം അഞ്ചിത എന്ന് പദം പിരിക്കാം. സിന്ദൂരമെന്നാൽ കുങ്കുമം, ഗോരോചനം എന്നിവയാണ്. തിലകമെന്നാൽ അളകം, കുറുനിര. ദേവീരൂപം സിന്ദൂരത്താലും കുറുനിരയാലും അതീവ സുന്ദരമാണെന്ന് വിശ്വനിഘണ്ടു പറയുന്നു. തിലകം ചിത്രകേ പ്രാഹു ലലാതെ തിലകാളകേ. സിന്ദൂര തിലകമെന്നാൽ പിടിയാനകളെന്നും ആനയെപ്പോലെ മനോഹരമായ നടത്തമുള്ള ശ്രേഷ്ഠ സ്ത്രീകളെന്നും അർത്ഥം. സിന്ദൂര തിലകം കൊണ്ട് അലങ്കരിക്കപ്പെട്ടവൾ, സിന്ദൂരം കൊണ്ടും തിലകം കൊണ്ടും അലങ്കൃതയായവൾ, ഗജശ്രേഷ്ഠന്മാരാൽ ചുറ്റപ്പെട്ട് ശോഭിക്കുന്നവൾ എന്നും വ്യാഖ്യാനം. ഗോരോചനപ്പൊട്ട് ചാർത്തി സുന്ദരിയായി കാണപ്പെടുന്നവൾ എന്നും അർത്ഥം. അപ്പോൾ ശ്രേഷ്ഠങ്ങളായ ഗജങ്ങളാൽ ചുറ്റപ്പെട്ടവൾ എന്നും ആനകളെപ്പോലെ സുന്ദരമായ നടത്തമുള്ള സ്ത്രീകളാൽ ചുറ്റപ്പെട്ടവൾ എന്നും ഗജങ്ങളാലോ സ്ത്രീകളാലോ ആരാധിക്കപ്പെടുന്നവൾ എന്നും വ്യാഖ്യാനിച്ച് കാണുന്നു. ഗോപികമാരും രുക്മിണീ ദേവിയും ശ്രീകൃഷ്ണ ഭഗവാനെ ലഭിക്കാനായി കാത്യായനി ദേവിയെ പൂജിച്ചിരുന്നതായി ശ്രീമദ് ഭാഗവതം പറയുന്നു. അതും ഇവിടെ പ്രസക്തമാണ്. അപ്പോൾ സിന്ദൂരം കൊണ്ടും കുറുനിരകൾ കൊണ്ടും അലങ്കരിക്കപ്പെട്ട മുഖത്തോടു കൂടിയവളെന്നും നാമത്തിന് വ്യാഖ്യാനം. 632 വരെയുള്ള നാമങ്ങളുടെ അർത്ഥവും വ്യാഖ്യാനവും നാം മനസ്സിലാക്കി. ഇനി 633 മുതലുള്ള നാമങ്ങൾ അടുത്ത വെള്ളിയാഴ്ച, അതായത് ഏപ്രിൽ 4-ാം തീയതി പറയാം. ഇത് കേൾക്കാനിടയാകുന്ന എല്ലാവരെയും മഹാദേവി അനുഗ്രഹിക്കട്ടെ. നന്മകൾ നേരുന്നു. നന്ദിയും. ഓം ശ്രീ മഹാദേവ്യൈ നമഃ.